ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ സൈന്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ ആർമി എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ന് ഇന്ത്യ കേവലം ഒരു സൈനിക ശക്തി മാത്രമല്ല, ആഗോളതലത്തിൽ സൈനിക പരിശീലനത്തിന്റെ കേന്ദ്രം കൂടിയായി മാറുകയാണ്. അമേരിക്ക മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ വരെ തങ്ങളുടെ സൈനികരെ പരിശീലനം നേടാൻ അയക്കുന്നത് ഇന്ത്യയിലേക്കാണ്. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക അച്ചടക്കത്തെയും തന്ത്രങ്ങളെയും ഇത്രയേറെ വിശ്വസിക്കുന്നത്? ഇതിനു പിന്നിലെ മിലിറ്ററി ഡിപ്ലോമസി അഥവാ സൈനിക നയതന്ത്രം എന്താണ്? നമുക്ക് വിശദമായി നോക്കാം. എന്തുകൊണ്ട് ഇന്ത്യയുടെ പരിശീലനം? ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന കരുത്ത് അവരുടെ പോരാട്ട വീര്യം മാത്രമല്ല, അത് അവർ പിന്തുടരുന്ന കൃത്യമായ പരിശീലന രീതിയും ആദർശങ്ങളുമാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ദൗത്യങ്ങളിൽ ഇന്ത്യൻ സൈന്യം കാണിച്ച പ്രൊഫഷണലിസം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടായാലും ഹിമാലയത്തിലെ -डिग्री തണുപ്പിലായാലും ഏത് പ്രതിസന്ധിയെയും നേരിടാൻ തയ്യാറുള്ള ഒരു സൈന്യത്തെ എങ്ങനെ വാർത്തെടുക്കാമെന്നത് ഇന്ന് പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് പഠിക്കുകയാണ്. കേവലം ആയുധ പരിശീലനം മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ തീരുമാനമെടുക്കണം എന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ പഠനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ കേന്ദ്രം ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ചെന്നൈ, ഗയ എന്നിവിടങ്ങളിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമികൾ ഇന്ന് വിദേശ സൈനികരുടെ രണ്ടാം വീടാണ്. ഇവിടെ നൽകുന്ന പരിശീലനത്തിന് ആഗോള നിലവാരമുണ്ട്. മൗണ്ടൻ വാർഫെയർ, ഹിമാലയൻ കടുപ്പമേറിയ സാഹചര്യങ്ങളിൽ എങ്ങനെ പോരാടാം എന്നത് ഇന്ത്യക്ക് മാത്രം വഴങ്ങുന്ന ഒരു കലയാണ്. സൈബർ വാർഫെയർ, ആധുനിക യുദ്ധമുഖത്ത് ഡിജിറ്റൽ ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിലും ഇന്ത്യ ലോകോത്തര പരിശീലനമാണ് നൽകുന്നത്. ഇതൊരു സൈനിക പരിശീലനം എന്നതിലുപരി ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം കൂടിയാണ്. സൈനിക നയതന്ത്രം, ഇന്ത്യയുടെ മിലിറ്ററി ഡിപ്ലോമസി അഥവാ സൈനിക നയതന്ത്രം ഒരു സാമ്പത്തിക ലാഭം കൂടിയാണ്. സൗഹൃദ രാജ്യങ്ങളുമായി ചേർന്ന് ഇത്തരം പരിശീലനങ്ങൾ നടത്തുമ്പോൾ അത് നമ്മുടെ പ്രതിരോധ കയറ്റുമതിക്കും വഴി തുറക്കുന്നു. ഇത് ആഗോളതലത്തിൽ വിശേഷിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നത് ഇത്തരം പരിശീലന ക്യാമ്പുകളിലൂടെയാണ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ കരിയറിൽ ഉടനീളം പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണമെന്ന തുടർച്ചയായ പഠന രീതിയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ മറ്റു സൈന്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇന്ത്യൻ കരസേന ഇന്നൊരു പുതിയ വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സൈനികർ ഇന്ത്യയുടെ അച്ചടക്കവും പാഠങ്ങളും പഠിച്ചു മടങ്ങുമ്പോൾ അത് ഇന്ത്യയുടെ ആഗോള സ്വാധീനം തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ സൈനിക കരുത്ത് ലോകം അംഗീകരിക്കുന്നു എന്ന് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുകയാണ്. ഇന്ത്യയുടെ ഈ സൈനിക വളർച്ചയെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ഈ നയതന്ത്രം ശരിയായ ദിശയിലാണോ? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഡിഫൻസ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.